മൈക്കിൽ നോയിസ് ക്യാൻസലേഷൻ ഉണ്ടെങ്കിലും ചെറുതായിട്ടെങ്കിലും നിങ്ങൾക്ക് മഴയുടെ സൗണ്ട് കേൾക്കാമായിരിക്കും കേട്ടോ. സോ അത് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വാമായിട്ടുള്ളതെല്ലാം കഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ചിറ്റ് ചാറ്റ് വീഡിയോ പോലെ എടുക്കാന്ന് വിചാരിച്ചു. സോ ഐ വാസ് തിങ്കിങ് ലൈക്ക് നമ്മളുടെ ലൈഫ് എന്തൊരു അൺപ്രഡിക്റ്റബിൾ ആണല്ലേ, അല്ലേ? ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ്. ഞാൻ എൻ്റെ ഒരു 10ാമത്തെ വയസ്സിൽ ഞാൻ എങ്ങനെയായി തീരണമെന്ന് ഞാൻ ആഗ്രഹിച്ചോ എന്ന് നോക്കുമ്പോ എന്റെ 25 വയസ്സിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. കാരണം എന്റെ അന്നത്തെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാല് 25ാമത്തെ വയസ്സിൽ ഞാൻ കല്യാണമൊക്കെ കഴിച്ച് 2 കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരിക്കും എന്നായിരുന്നു എന്റെ ഒരു ചിന്ത. പക്ഷെ എന്നിട്ട് നമ്മുടെ ഓരോ കാലങ്ങൾ മാറും തോറും നമ്മുടെ ഇഷ്ടങ്ങളും എല്ലാം മാറുമല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരിക്കലും നമ്മുടെ ലൈഫ് പോകില്ലല്ലേ. പക്ഷെ എന്താ പറയുന്നേ, നമുക്ക് ഇഷ്ടമുള്ള മനുഷ്യർ നമ്മളെ വിട്ടിട്ട് പോകും. നമ്മള് സ്വപ്നങ്ങളിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടന്നിരിക്കും. നമ്മൾ പറഞ്ഞിട്ട് പോലും ഇല്ലാത്ത ചില കാര്യങ്ങൾ നമ്മുടെ മണ്ടയിൽ കെട്ടിവെക്കും. അങ്ങനെ ചില സമയത്ത് നമ്മുടെ ലൈഫിൽ മൊത്തത്തിൽ പ്രശ്നങ്ങളായിരിക്കും അല്ലേ. പക്ഷെ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ നമ്മൾ ഇവിടെ തന്നെ ഇല്ലേ, നമ്മളിപ്പോഴും ഇവിടെ തന്നെ ഇല്ലേ, നമ്മൾ ജീവിക്കുന്നില്ലേ. ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതിലോട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഒളിച്ചോടാൻ ഭയങ്കര എളുപ്പമായിരിക്കും. പക്ഷെ ജീവിച്ച് കാണിച്ച് മുന്നോട്ട് പോവാന്നുള്ളത് ഭയങ്കര ടഫായിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ അക്കാഡമിക്കലി ഞാനൊരു 10th വരെ അല്ലെങ്കിൽ 10th വരെ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. 10th വരെ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം എങ്ങനെ എൻ്റെ ലൈഫ് ബെറ്റർ ആക്കാം എന്ന് ഞാൻ തിരക്കിയപ്പം എന്നോട് എല്ലാവരും പറഞ്ഞത് ഓക്കെ, യു ഷുഡ് സ്റ്റഡി ഹാർഡ് എന്നൊരൊറ്റ കാര്യമേ എന്നോട് എല്ലാവരും പറഞ്ഞുള്ളൂ. പക്ഷെ ഞാൻ ഇപ്പൊ തിരിഞ്ഞു ചിന്തിക്കുമ്പം എനിക്ക് തോന്നുന്നു, പ്രിയോറിറ്റൈസ് യുവർ സെൽഫ് എന്ന് എൻ്റെ ആരെങ്കിലും പറഞ്ഞായിരുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് മാറിയേനെ ഇതിനെക്കാട്ടിലും മുന്നേ. ദാറ്റ് ഡസന്റ് മീൻ ഐ ആം നോട്ട് ബെറ്റർ നൗ. പക്ഷെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല. അപ്പം സൊസൈറ്റി ഈസ് എന്താ പറയുന്നത്, ചില സമയത്ത് നമ്മളോട് ചില നട്ടാക്കുരുക്കത്തെ നുണകൾ പറയും അല്ലേ. ഞാൻ എൻ്റെ ഒരു ഇതില് നല്ലപോലെ പഠിച്ചാല് എങ്ങും എത്താത്ത ആൾക്കാരുണ്ട് അല്ലേ. നല്ലപോലെ പഠിച്ചെന്ന് പറഞ്ഞ് നമ്മള് ലൈഫിൽ വിജയിക്കണമെന്നുണ്ട് നെവർ. നല്ലൊരു പൊസിഷൻ കിട്ടിയ അതിനർത്ഥം നമ്മൾ ലൈഫിൽ വിജയിച്ചു. നല്ലൊരു പൊസിഷനിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ട്,